പെണ്ണ് ആണിൻ്റെ വസ്ത്രം ധരിക്കുക. ഇന്ന് മുസ്ലിം സമുദായത്തിൽ എന്താണിത് അറിയാത്തോണ്ടെന്ന് അറിയില്ല. മഹാഭൂരിപക്ഷം ചെറുപ്പക്കാരികൾ മുസ്ലിം സമുദായത്തിൽ അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ, അതേപോലെ തന്നെ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു സ്കൂളിൻ്റെ കോളേജിൻ്റെ ഒക്കെ ടൈം ആയിട്ടുണ്ടെങ്കിൽ കൂടുതൽ സ്ഥാപനങ്ങളുടെയും യൂണിഫോം പാൻറ്റും കുപ്പായുമായി. ഒരു പെണ്ണിൻ്റെ ബാക്ക് മറയാത്ത, പെണ്ണിൻ്റെ മാറ് മറയാത്ത, ആണിനെ പോലെ തന്നെ. ചില സ്ത്രീകൾ തല മറച്ചിട്ടുണ്ടാവും, നന്നായിട്ട് മഫ്ത കൊണ്ട് തല മറച്ചിട്ടുണ്ടാവും, പക്ഷെ പാൻറ്റും കുപ്പായിട്ടുണ്ടാവും. ഇത് ഇസ്ലാമിക വസ്ത്രധാരണമാണ് എന്ന് തെറ്റിദ്ധരിച്ചോ എന്നിപ്പോൾ സംശയമുണ്ട്. നല്ല ജീൻസും ടീഷർട്ടും, അല്ല ജീൻസും കുപ്പായവും കോട്ടൊക്കെ ഇട്ട് ബാക്കൊന്നും അറിയാതെ മുന്നും അറിയാതെ എന്ന് തലക്ക് മറച്ചിട്ടുണ്ടാവും. തല മറക്കാത്തതിൽ വേറെയുണ്ട്, അത് ആയിരിക്കട്ടെ. മുസ്ലിം ചെറുപ്പക്കാരികൾ എന്താണ് ഇതിൻ്റെ വിധ? അള്ളാന്റെ ശാപം എന്ന് പറഞ്ഞാൽ റഹ്മത്തിൽ നിന്നും അകറ്റപ്പെട്ടവർ എന്നാണ് അർത്ഥം. അള്ളാന്റെ ശാപം കിട്ടിയവർ എന്ന് പറഞ്ഞാൽ, റസൂലുള്ളാന്റെ ശാപം കിട്ടിയവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടച്ചിറപ്പിന്റെ കാരുണ്യത്തിൽ നിന്നും അകറ്റപ്പെട്ടവനാണ്, ശപിക്കപ്പെട്ടവൻ. അതാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും, ലഅനത്ത് കിട്ടിയ പിശാചിൽ നിന്നും ഞാൻ രക്ഷപ്പെടുന്നു പറഞ്ഞാൽ എന്താ ലഅനത്ത് കിട്ടുക പറഞ്ഞാൽ അള്ളാന്റെ റഹ്മത്തിൽ നിന്നും അകറ്റപ്പെട്ടവനാണെന്ന് അർത്ഥം. അള്ളയും റസൂലും ശപിച്ച കോലത്തിൽ നമ്മളെ പെൺകുട്ടികൾ പാൻറ്റും കുപ്പായിട്ട് നടക്കുകയാണ്, നമ്മളത് വാങ്ങിക്കൊടുക്കണം. എത്ര സങ്കടകരം, കാണുമ്പോൾ മനസ്സ് പൊട്ടുകയാണ്. എന്തുകൊണ്ടാണ് പെൺകുട്ടി നല്ല നിലയ്ക്ക് തല മറച്ചിക്കണ്? അള്ളാനെ പേടി തലമറക്കാത്ത കുട്ടി അവിടെ നിൽക്കട്ടെ. തലമറച്ച് നന്നായി മഫ്ത ഇട്ട് തലമറച്ച് മുടിയൊന്നും കാണാത്ത പെൺകുട്ടികൾ, അതെന്തുകൊണ്ടാണ്? തലമറക്കണം ദീന് പഠിപ്പിച്ചതുകൊണ്ട്, ആ നിർദ്ദേശം അറിയുന്നുണ്ട്. പിന്നെ ഈ പാൻറ്റും കുപ്പായോ ചിലപ്പോൾ അറിയാത്തോണ്ടായിരിക്കാം. അള്ളാഹുവിന്റെ ശാപം, റസൂലുള്ളാന്റെ ശാപം കിട്ടിയ കോലത്തിൽ ഡ്രസ്സിട്ട് നടക്കുന്ന സ്കൂളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ജോലി സ്ഥലങ്ങളിലേക്കും ജോലിയിടങ്ങളിലേക്കും പോകുന്ന പെൺകുട്ടികളുടെ പാൻറ്റും കുപ്പായും അത് ആണിന്റെ വസ്ത്രമാണ്. പെണ്ണിന്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ അവളെ ശരീരം മറയണം. എന്താ പെണ്ണിന്റെ തട്ടത്തെക്കുറിച്ച്, മുഖമക്കനെ കുറിച്ച് വിശുദ്ധ ഖുർആന്റെ വിധി എന്താണ്? ഒരു പെണ്ണ് ധരിക്കുന്ന തട്ടം അത് തലമറക്കാൻ മാത്രമല്ല, അവളുടെ മാറിലേക്ക് അത് ഇറങ്ങണം. ഉഴച്ചു നിൽക്കുന്ന മാറുകൾ അത് കാണാത്ത അവസ്ഥയുണ്ടാകണമെന്ന് വിശുദ്ധ ഖുർആനാണ് പഠിപ്പിക്കുന്നത്. മുഖമക്കനകൾ, തട്ടം മാറിലേക്ക് ഇറങ്ങാനുള്ളതാണ് പൊന്നു സഹോദരിമാരെ. ഇസ്ലാമിന്റെ വസ്ത്രമാണോ അതിറങ്ങണം, ഇല്ലെങ്കിൽ സ്വർഗത്തിൽ കടക്കുകയില്ലെന്ന് മാത്രമല്ല സ്വർഗത്തിന്റെ പരിമളം പോലും കിട്ടൂല. എന്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ, ഇങ്ങനെയുള്ള വസ്ത്രം, അള്ളാന്റെ റസൂലിന് ശാപം കിട്ടുന്ന വസ്ത്രം നമ്മുടെ മക്കൾക്ക് നമ്മൾ വാങ്ങിക്കൊടുത്ത് എന്താ വേണ്ടത്? പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ മക്കൾക്ക് നല്ല നിലക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അവരെ മനസ്സിലേക്ക് ഇറങ്ങാൻ രക്ഷിതാക്കൾക്ക് സാധിക്കണം. നാടോടുമ്പോൾ നടുവെ ഓടിക്കൊണ്ട് കാര്യമില്ല, കൂടിക്കൂടി വരികയാണ്. ഒരു ടൂറിസ്റ്റ് പ്ലേസിലോ അല്ലെങ്കിൽ ഒരു ആൾ കൂടുന്നിടത്തോ അല്ലെങ്കിൽ സ്ഥാപനം, എല്ലായിടത്തും കുറച്ച് മാത്രമേ ചുരിദാറും അതേപോലെ തന്നെയുള്ള വസ്ത്രം ഇപ്പം കാണുന്നുള്ളൂ. മൊത്തത്തിൽ മാറിക്കഴിഞ്ഞു. ഞാൻ മറ്റുള്ള ആളുകളെ കുറിച്ച്, മുസ്ലിം മാപ്പിള സമൂഹത്തിന്റെ അവസ്ഥ ഞാൻ പറയുന്നത്, അതിൽ ഏറ്റവും വേദന നന്നായിട്ട് മഫ്തയിട്ട് മുടിയൊന്നും കാണാത്ത കുട്ടികൾ. ഒരു പെണ്ണിന്റെ വസ്ത്രം അവളെ മൊത്തം മൂടണം. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, എന്താ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവളുടെ മൂടുകടങ്ങൾ കൊണ്ട് അവൾ മൂടണം. ടൈറ്റായി നിൽക്കാൻ പാടില്ല. അവളുടെ ശരീരത്തിന്റെ ആകാര വടിവ് മറ്റുള്ളവർ കാണുന്ന രീതിയിൽ പാടില്ല. അത് ഹറാമാണ്. സ്വർഗത്ത് കടക്കൂല എന്ന് മാത്രമല്ല, സ്വർഗത്തിന്റെ മണം പോലും കിട്ടൂല. കോടാനുകോടി ദൂരത്തേക്ക് അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ പരിമളം കിട്ടൂല എന്ന് പറഞ്ഞാൽ അത്ര അടുത്ത് പോലും എത്തൂല എന്നർത്ഥം. ശപിക്കപ്പെട്ടവരാണവർ. ഇതാരോടാ പറയണത്? ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കണമല്ലോ, അതിനെ ബഹുമാനിക്കണമല്ലോ ആണല്ലോ നമ്മൾ. പിന്നെ എങ്ങനെയാണിത്? അള്ളയും അള്ളാന്റെ റസൂലും ശപിച്ച കോലത്തിൽ നമ്മുടെ ഭാര്യമാരും നമ്മുടെ മക്കളും മടക്കാന്ന് പറഞ്ഞാൽ എത്ര വേദന ഉണ്ടാക്കുന്നു. അവർ നിസ്കരിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, ബാക്കിയൊക്കെ ചെയ്യുന്നു. എന്നിട്ട് ശാപം കിട്ടുന്ന, ശാപം വാരിക്കൂട്ടുന്ന പ്രവർത്തനം, ഈ ലിപ്സ്റ്റിക് ഇടലും അതേപോലെ തന്നെ സൗന്ദര്യവർദ്ധക വസ്തു, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് എത്രത്തോളം ഹറാമാണ്, കടുത്താണെന്ന് പറയേണ്ട ആവശ്യമില്ല. മൊത്തത്തിൽ ഒരു അങ്ങാടികളിലേക്കും നമ്മുടെ സ്ഥാപനങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് മൊത്തത്തിൽ നമ്മുടെ നമ്മുടെ കയ്യിൽ മുസ്ലിം ലൊക്കാലിറ്റി ജീവിക്കുന്ന ആളുകളാണല്ലോ. മറ്റൊരു മത്സരം വളരെ ഏറെക്കുറെ ഒരു കുറവുള്ള സ്ഥലത്ത് വളരെ സങ്കടം തോന്നുന്ന അവസ്ഥ. അതുകൊണ്ട് ആണിനെ പോലെ വസ്ത്രം ധരിക്കുന്ന പെണ്ണ്, ആണിന്റെ വസ്ത്രം ധരിക്കുന്ന പെണ്ണ്, അതേപോലെ തന്നെ മാറുമറിയാത്ത, പിൻഭാഗം മറിയാത്ത, അത് മഴിച്ചു കാണുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കുന്ന പെണ്ണ് എന്ന് പറഞ്ഞാൽ അവർ അള്ളാന്റെ റഹ്മത്തിൽ നിന്നും അകറ്റപ്പെട്ടവരാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചവരാണ് എന്ന് വിശുദ്ധ ഖുർആനും ഹദീസും കൃത്യമായി
ഒരു സംശയലേശം എന്നെ പഠിപ്പിച്ച വിഷയത്തിൽ എന്തേ നമുക്ക് ഇങ്ങനെ വന്നു പോയത്? സങ്കടകരമാണ്. അറിയാത്തത് കൊണ്ടാണെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണം. ഇത് നിസ്സാര വിഷയമല്ല. ഓരോ ഫാഷൻ, ഓരോ വർഷവും ഓരോ സമയത്തും ഫാഷൻ വരുന്നതിനനുസരിച്ച് ജീൻസും ടീഷർട്ടും അതേപോലെ തന്നെ വസ്ത്രധാരണയും മാറുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇസ്ലാമിൻ്റെ ഐഡന്റിറ്റി, ഈമാനിൻ്റെ ഐഡന്റിറ്റി അത് സൂക്ഷിക്കുന്ന ആളുകൾക്ക് പറ്റിയ പണിയല്ല. വളരെ സങ്കടമുണ്ട്.